മുകളിലൊരു കയറ് കെട്ടി വലിച്ച് അങ്ങോട്ട് കെട്ടും. അപ്പൊ നല്ല വയരം കിട്ടും. അപ്പൊ ചൂട് പറയും. ഈ കൊണ്ടുപോയിക്കുന്നപ്പോഴുള്ള ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും, അതിലെല്ലാം പൈപ്പ് വന്നുണ്ട്. അത് കുത്തി പൊട്ടിച്ചക്കല്ലാന്ന് പറയണം. അതേപോലെ ഈ പുല്ല് അതൊന്നും ചവിട്ടി കൊറ്റക്കല്ലാന്ന് പറയണം. വലിയ പൈസയുടെ സാധനമാണ് മോളെ. മുള്ള ശ്രദ്ധിക്കണം. ആ മുള്ളു കൈ കൊണ്ടുപോവാ. തൊഴിലുറപ്പ് എപ്പം നോക്കിയാലും വെള്ളം കൂടി ഇരുത്തുന്നല്ലേ. നിങ്ങളുടെ എന്തിനെ കുന്തം ഞാൻ കേൾക്കുന്നു. കുറച്ചെന്തെങ്കിലും സഹായിക്കാറാ. ഞാനല്ലേ ഇടയിലും പണിയെടുപ്പിക്കുന്നത്. അശോക മോളെ പൊന്നല്ല എടുത്തോ? ജൽദി കരാം. ആ എടുത്തു. നോക്കുന്നെങ്കെ പണിയില്ലപ്പാ. നോക്കുന്നെങ്കിൽ മോളോട്ടോ അശോകട്ടി. അത് 30 പവൻ ഉണ്ടാവുമല്ലോ. അത്ര ഒന്നും ഉണ്ടാവില്ല. കൊടുത്തു. വെള്ളം കുടിക്കാൻ വരെ സമ്മതിക്കൂല. എടേ നല്ലുണ്ട് ഇത്. നല്ല ഉണ്ടല്ലേ? നല്ല വാങ്ങണ്ട് തങ്കച്ചി. ഒരുപാടുണ്ട്. എത്ര പവനുണ്ട് മോളെ? ഇത് 7.5 പവൻ. തങ്കച്ചിയുടെ മംഗലത്തിന് ഒരുപാട് മുന്നിട്ടിനാ. എനിക്കെന്താ പെട്ട്? രസൂലേ? ഹലോ മോളെ. ഓ കൊണ്ട എടേ ഇത് ഞാനൊന്ന് ഇട്ടോക്കട്ടെ. അങ്ങനെ ഇട്ടോക്കിക്കൂടപ്പാ. അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കുന്നത്? അങ്ങനെ മംഗളത്തിന്റെ പൊന്നൊന്നും ആരും ഇട്ടോക്കലൊന്നുമില്ല. എന്ത് സ്വഭാവം ഇത്? എന്തിയെ ആ വൈഷ്ണവരെ പൊന്നു നോക്കാൻ പറ്റുമ്പോ ഞാൻ ഇട്ടോക്കിനല്ലോ. എന്നിട്ട് എന്താ ഇനി? ആ താലിമാല മാത്രമേ ഇട്ടോക്കിക്കൂടാതില്ലു. നീ കേടെ പോയാൽ ഇങ്ങനെ എണേ. എൻ്റെ മംഗളം കഴിഞ്ഞിട്ട് വരുമ്പോ എൻ്റെ കഴുത്തിലും കാതിലൊത്തിട്ട് 17 പവനുണ്ടായിനി. എൻ്റെ അച്ഛൻ കണ്ടം വിറ്റിട്ട് പണിച്ചു തന്നത്. ഗോവേട്ടൻ മംഗലത്തിന് തലസം വരെ പണിക്കോയിനി. പിന്നെ പണിക്കുവാണ്ട് 3 മാസം കൊണ്ട് 3 പവനാക്കി തന്നിനി. പറയുമ്പോ നീ പറയല്ലേ ഞാനെല്ലാം മണിച്ചിരുന്നു. ഇല്ല ആൾക്കും ആ കുഞ്ഞിരാജ്ഞാണ് വരെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടു മുടിപ്പലയാണ്. ഇത് ഊരാക്കിട്ടൊന്നുമില്ലടേ. അതാ അപ്പളേ പറഞ്ഞേ ഇതൊന്നും ഊരിത്തന്നാണേ. നോക്കിയാണേ ഇതൊക്കെ നോക്കണേ. ഇത് വേമ്പാണേ വേണേ മല്ലണേ. മെല്ലെ മെല്ലെ പൊട്ടിക്കല്ലാതിപ്പോ പൊട്ടുവാ. എന്തിനാക്കലേ നീ? നിനക്കില്ലാന്ന് വിചാരിച്ചിട്ട് വേറൊരാള് സ്വർണ്ണം ഇട്ടിട്ട് നടക്കാൻ വേണ്ടേ? പണി കുളിമുറിയിൽ പോയിട്ട് കൈ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഊരിട്ടുവാ. ഓരോരോ സരിതച്ചി കൊടുത്തു. ബാത്റൂമിൽ കുളിമുറിയിൽ പോയി. കുളിമുറിയില്ല. എന്റെ കൊണ്ടുപോയപ്പാ. ഞാനിത് അങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മുട്ടപ്പം കത്തിക്കാം. എന്ത് നീട്ടി തങ്കച്ചി? 2 പോയ മോളെ. എന്നായി സരിതച്ചി? അത് നിന്റെ വളർന്നൊട്ടൊക്കെ മോളെ. അത് പിന്നെ സോപ്പിട്ട് കിട്ടിയത്. അതിനെന്തല്ലേ തന്നെ? ഞാൻ പറഞ്ഞിട്ടേ ഒന്നും പറയില്ലാന്ന്. എവിടെ പോയാലും വാ. ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. പോന്നോളെ. 1 2 3 4 5 6 7 8 9 10. കുട്ടപ്പായി എന്ത് ഒരേ കളിയാ. നിനക്ക് തിന്നാനൊന്നും വേണ്ടോ ഇനി? ഇത് വാങ്ങില്ലപ്പാ. ഇതെല്ലാം പാങ്ങെല്ലാം ഉണ്ട്. മാത്രം ഇത് വലിയ സൈസ് ഇപ്പാ. ഇത് സൈസ് ആവൂപ്പാ. ഇതാവും. ഒന്ന് തിരിഞ്ഞെ വെച്ചോക്കട്ടെ. അത് ഞാൻ വെച്ചോയിക്കോളാം. പാകാകുന്നോണ്ട് മാത്രം എടുത്താ മതി. നല്ല തുണി. അതെല്ലാം ശരി തന്നെ. ഇതാ നോക്ക്. ഡബിൾത്തിൽ വെള്ളിച്ചായി. എന്ത് സരിതേട്ടി ഒരു കൊല്ലം കഴിഞ്ഞ മാക്സിനാ നിങ്ങൾ കുറ്റം പറയുന്നത്? ടൈം പിടിച്ചു പോയി. കൈ കൊടുത്തു ആക്കട്ടെ. സമയം കഴിഞ്ഞു. എന്തൊന്നും മേടിക്ക്. എന്തൊരു കൊല്ലം ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇത് നല്ല അല്ലേ? ഇത് വാങ്ങണ്ടല്ലേ? ആ രമേട്ടി ഇതോ 100. 100 കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞല്ല എല്ലാവർക്കും. തുണിയല്ലേ. നല്ല 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 താവുണ്ട് നിറവുണ്ട്. നല്ലുണ്ട് ഇത്. നല്ല ചേരുന്നു. എടുത്തോ എടുത്തോ. മയക്കാൻ ഭയങ്കര സാറ്. വായു ചക്കരയും കൈ കൊക്കരയും.
രാവിലെ തുടങ്ങി എപ്പം നോക്കിയാലും ഓടിക്കളി. എത്ര പ്രാവശ്യം പറഞ്ഞു എന്നോട് ഓരം കളിക്കുന്നുണ്ട് കണക്ക് വേണം. ഏടെ നോക്കട്ടെ. അയ്യോ കാല് മുറിഞ്ഞിന്. പോയാ വേദന കേട്ടാ രാവിലെ പോലെ ഒരു സാധനം കേൾക്കണ്ട് തുള്ളല്. വേദന കേട്ടാ സാരല്ല. കൊടുത്തോളെ. ഈ കമ്മലിട്ടോണ്ട് കളിക്കരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞേ. കാതിനിയും പഴയ പോലെ ആവാനാ. നല്ലോണ്ട് രണ്ടെണ്ണം നേരത്തെ കളിക്കുന്നുണ്ട് ഇടാ തൊള്ളി കളിച്ചോണ്ട്. എന്തേ എന്നായിന് കാല് മുറിഞ്ഞോ? നല്ലോണ്ട്. ഏയ് രണ്ടെണ്ണം നേരത്തെ തുള്ളി കളിച്ചോണ്ട് വിടാ. എത്ര പറഞ്ഞാലും ഇതൊന്നും കേക്കൂല. വാർന്നു രാവിലെ മുതലുണ്ട് തുള്ളുന്നു. പോയെല്ലാരും വീട്ടിൽ പോടാ. എപ്പൊ രാവിലെ ഇല്ലേ കളിക്കുന്നത്? അയ്യോ കമ്മല്. കമ്മല് പോയി. കാണൂല്ലല്ലോ. വേണോട്ടാ നമുക്ക് ഈ കുഞ്ഞമ്പോട്ടിനെ വേണം. മൂപ്പർ ചൊറയല്ലേ. വേറെ പിന്നെ ആരാ ഉള്ളത്? കുഞ്ഞമ്പേട്ടനും അരവിന്ദനും മാത്രമേ എൻ്റെ കിണറ്റിൽ കീഞ്ഞവരായിട്ടുള്ളൂ. കഴിഞ്ഞ വേനലിൽ വെള്ളം ഇല്ലാണ്ടായപ്പോഴും കുഞ്ഞമ്പുമായിട്ട് ഇറങ്ങിയിട്ടാണ് ചെളിയെല്ലാം മാറ്റിനി. ആയിശ്ശേരിന് നമുക്ക് കുഞ്ഞമ്പോട്ടം മതിയല്ലേ എന്നാല്? ആ മൂപ്പറിപ്പ് ഏതെങ്കിലും കളർ ഷാപ്പിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തെങ്ങുമ്മ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും കിണറ്റിൽ. നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് കുറച്ചും കൂടെ പോ. ഇങ്ങോട്ട് പോ. സമാധാനം. കുഞ്ഞമ്പോട്ടൊക്കെ എൻ്റെ തന്നെ ഉണ്ട്. വേറെ ഇല്ലേ? ചോറും ചായലും തായലൊക്കെ ഇറക്കി കൊടുക്കലായിരിക്കും അല്ലേ? കുഞ്ഞമ്പേട്ടോ അങ്ങോട്ട് കുഞ്ഞം പോയിട്ടനാ. ഇവിടെ 2 ആഴ്ച മുമ്പ് വീണ തൊട്ടി ഒരുക്കി ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പുറത്തെ ശാരദയുടെ തേങ്ങ പറിക്കാൻ പോയിട്ടുണ്ട്. എന്താ നമുക്ക് നിൽക്കണ്ട, വരെ നോക്കാം. എന്ത് നീ പറയുന്നത്? ആദ്യം എന്നെ തേങ്ങ കുറച്ച് വിട്ടാ എന്നിട്ട് നാട്ടെ കണ്ട തേങ്ങ പറിക്കല് കണ്ടത്തിലും എന്നെ കാത്തു കയറിയ. നെയ്യിൽ പറക്കിയിടാം. തേങ്ങയെല്ലാം കുറവല്ലേപ്പാ. എന്തെന്നത് ഇവരെന്ത് പറയുന്നത്? അല്ല കുഞ്ഞു പോ കേറിയാ പിന്നെ ക്യൂല്ലേ? അതിന് കേറുന്നതിന് കീന്നതിനും പരവന കുറിയല്ലേ ഉണ്ടാ? എനിക്ക് കേറിയതിനും തരണം കീഞ്ഞതിനും തരണം. അതടുത്ത പഠിപ്പ്. അങ്ങനെ പൈസ തരാൻ പറ്റൂലല്ലോ. പിള്ളേരെ തലക്ക് തേങ്ങ വേണ്ടെന്ന് വെച്ചിട്ട് 2 തെങ്ങിന്റെ വീത്തല്ലേ എന്നെ കയറ്റീന് അല്ലേ? കൊണ്ടാ പൈസ ഉണ്ടാ പൈസ തരപ്പാ. കൊണ്ടാ. പിന്നെ ഇതിലൊരു 10 റുപ്യേന്റെ കുറവുണ്ട് കേട്ടാ. അത് അടുത്ത പ്രാവശ്യം പറിക്കുമ്പോ തരാം. അല്ലപ്പ നീ എന്താ കളിച്ചോട്ടെന്ന്? ആകെപ്പാടെ കിട്ടിയ 10 മണ്ട പിടിച്ച തേങ്ങ അതിന് പകുതി ആവുകൊണ്ട് അതിനാണെങ്കിലും നാട്ടിലില്ലാത്ത കൂലിയും വേണം. ഇങ്ങനെ പോലെ അങ്ങനെ ജീവിക്കൽ മനുഷ്യന്മാർ അടക്കെടുത്തോ ഒടുക്ക താർത്തിയാ പണ്ടാര എനിക്ക്. നിങ്ങളെ പറമ്പിൽ തെങ്ങുമ്പോ നിങ്ങൾക്ക് കയറിക്കൂടെ? കൊട്ടത്തേങ്ങ കൂടെ എന്റെ തലവടി കിട്ടിയാലേ. എന്റെ വീട്ടിന്റെ തെങ്ങിന്റെ അടിയിൽ നിൽക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? കുഞ്ഞമ്പേട്ടോ എന്റെ കിണറ്റിലൊന്ന് കീണായിരുന്നു. മോളെ കമ്മലായാലും വലിയ ആവില്ല കിണറ്റാന്ന്. ആയൂല്ല കിണറാ. എന്നോടാ പറയുന്നത്? വെള്ളം കിട്ടാതെ കളഞ്ഞ കെട്ടിലും വലിയ നീളത്തിലും തുരങ്ക കുത്തിയിട്ട് ഇല്ല വെള്ളം ഞാനാ എത്തിച്ചിനി അറിയാ എനിക്ക്. എന്നിട്ട് എന്നെ പഠിപ്പിക്കുന്നു. അല്ല കിണറ്റിലിറങ്ങിയ എത്ര പൈസ ആയാലും വേണം. എത്ര തരേണ്ടി വരും കുഞ്ഞമ്പേട്ടോ? ഒരു 2500 റുപ്യ. കൊയ്ക്കാനല്ല കീയാന്ന് പറ. 2500 വല്ലതും കുറയോ? പറഞ്ഞാണ് നിന്റെ അല്ല ആവശ്യം. പിന്നെ കിണറിന്റെ ഒരു ഫോട്ടോ വാട്സാപ്പിൽ അയച്ചോ. വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല, പിന്നെ വാട്സാപ്പ് നോക്കന്. അത് എന്റെ സൗകര്യം. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ പറഞ്ഞേക്കണം. ഇവനെവിടെ കേട്ടോ. ഇവന്റെ ഭർത്താവ് തീരെ പിടിക്കുന്നില്ല. കിണറ്റ് ഇറക്കാൻ പറ്റില്ല. എന്ത് സാധനം? അമ്മ കുഞ്ഞമ്പോട്ടിനെ കൂട്ടിപ്പോകാനല്ലേ വന്നിനി. ചോദിച്ചാ കേട്ടില്ലേ? 2500 ഉറുപ്പ്യ അധികാന്ന്.
നമുക്ക് അരവിന്ദനൊന്ന് കണ്ടു നോക്കിയാലോ? നന്നായി. ഓൻ 500 രൂപ കീഞ്ഞൂന്ന് വരും. നമുക്ക് ഓരെ കണ്ടാലോ? വന്നേ. വെച്ചെടുത്തൊരു സാധനം കാണൂല. ആളുണ്ട്. എത്ര സമയം രണ്ടാള് കുഴപ്പത്തിലാന്ന് തോന്നുന്നു. കിട്ടിയാലിട്ടല്ല അതിന് നമ്മൾ സാക്ഷിയാ വേണ്ടി വരുമോ മോളൂസേ? മതിയായി എനിക്ക്. പിന്നെ നിന്നോടാര് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിനി? വെച്ചെടുത്തിരുന്നൂടെ നിനക്ക്? അരവിന്ദ എന്റെ കത്തിയ എന്താ രണ്ടാളും എന്തെന്ന് വേണ്ടത്? അരവിന്ദൻ അരവിന്ദൻ എന്താ ഇതിന്റെ ഉള്ളിൽ പൊത്തിയച്ചിനാ? പൊത്തിയൊക്കെ എന്റെ കോയിക്കുഞ്ഞ ഓരോട്ടം എന്തോ പന്തിയുണ്ട്. ഇപ്പൊ നിക്കണ്ട കുഴപ്പ ഞാൻ പോവാ. അതാ നല്ലത്. ഒന്നുമില്ല, രക്ഷപ്പെട്ടു. ബാക്കി വിശ്വരാ. അരവിന്ദനെ ചോദിച്ചു ഇനി അവിടെ നിന്നിട്ട് നമ്മളെ കൊത്തി 2 പൊളപ്പാക്കട്ടി. അല്ലെങ്കിൽ ഓ എന്റെ അമ്മ പെണ്ണെന്നല്ലോട്.